അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 100 കടന്നു. 24 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. അതേസമയം ടെക്സസിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 100 കടന്നു. അതോടൊപ്പം തന്നെ അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നും ഉള്ളത്. എന്തായാലും ആശങ്കയ്ക്കിടയാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. തീർച്ചയായും രോഹിണി, ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ വെതർ റിപ്പോർട്ട് വന്നതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന ഔദ്യോഗികമായ കാലാവസ്ഥാ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു പ്രളയ ഭീഷണി ഉണ്ടാകുന്നൊരു സാധ്യത ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആ പ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇനിയും വെള്ളം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് പരമാവധി രക്ഷാപ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഔദ്യോഗികമായ അറിവുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച്, ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 104 പേരുടെ മരണം സംഭവിച്ചു എന്നാണ്. ഇന്ന് രാവിലെ തന്നെ 100 കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതായി വിവരങ്ങൾ റിപ്പോർട്ട് വരികയും ഇപ്പോൾ 104 പേർ മരിക്കുകയും ചെയ്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ എണ്ണം, വലിയ തോതിൽ കുട്ടികളും, 20ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. 6ഓളം കൗണ്ടികളിൽ, അതായത് ജില്ലകൾ പോലെ നമുക്ക് ചെറിയൊരു ഭരണകൂട സംവിധാനം പോലെ കണക്കാക്കാവുന്ന മേഖലകളിൽ, 6ഓളം മേഖലകളിൽ ഇത്തരത്തിൽ ശക്തമായ വെള്ളപ്പൊക്കവും ഇത്തരത്തിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ കാണാതായവരിൽ 28 പേരാണ് ഉള്ളത് എന്ന് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എങ്കിൽ കൂടി അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ നിരവധി പേര് ആ മേഖലയിലേക്ക് എത്തിയിരുന്നു. അത് തീർത്തും ഒരു ഇൻറ്റേർണൽ ഏരിയ ആയതുകൊണ്ട് തന്നെ കൃത്യമായ കണക്കുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നൊരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഇനിയും കാണാതായവരെ സംബന്ധിച്ചുള്ള എണ്ണവും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സൂചനകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 600ഓളം പെൺകുട്ടികളുണ്ടായിരുന്ന ഒരു സമ്മർ ക്യാമ്പിലും വലിയ തോതിൽ പ്രളയം ഉണ്ടാവുകയും 30ഓളം കുട്ടികളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ശക്തമായ മഴയുണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതും. നേരത്തെ നമുക്കറിയാവുന്നതാണ്, മണിക്കൂറുകൾക്കകം, 1 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ടാണ് 3 നില ഉയരത്തിൽ, അതായത് ഒരു സാധാരണ 3 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലേക്ക് പെട്ടെന്ന് വെള്ളം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത്തരമൊരു സാഹചര്യം വീണ്ടും ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ രക്ഷാപ്രവർത്തനത്തെ അത് ബാധിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.